പ്രിയമുള്ളവരെ, നമസ്കാരം. വിജ്ഞാൻ ഭൈരവ് തന്ത്രയിലെ 112 വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമ വിദ്യയിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കുന്നത്. എന്താണ് ആ സൂത്രവാക്യം? ശിവൻ പറയുന്നു, ദേവി, ഈ അനുഭവം 2 ശ്വാസങ്ങൾക്കിടയിൽ സംഭവിക്കാം. ശ്വാസം ഉള്ളിലേക്ക് വന്ന് പുറത്തേക്ക് തിരിയുന്നതിന് തൊട്ട് മുൻപ്, അല്ലെങ്കിൽ ശ്വാസം പുറത്തേക്ക് പോയി അത് വീണ്ടും ഉള്ളിലേക്ക് തിരിയുന്നതിന് തൊട്ട് മുൻപ്, ആ നിമിഷത്തിൽ, ആ വിടവിൽ സത്യം വെളിപ്പെടും. അകത്തേക്കും പുറത്തേക്കും ഒഴുകുന്ന ഊർജമാണ് ശ്വാസം. അത് തിരിയുന്നിടത്താണ് ഭൈരവരൂപം വെളിപ്പെടുന്നത്. പകലിനും രാത്രിക്കുമിടയിൽ ഒരു വിടവ് പോലെ സന്ധ്യയുണ്ടല്ലേ? നമ്മുടെ ശ്വാസത്തിലും ഒരു സന്ധ്യയുണ്ട്. അവിടെ പകലിൻ്റെ ബഹളങ്ങളുമില്ല, രാത്രിയുടെ ഇരുട്ടുമില്ല. പകരം അവിടെ ശുദ്ധമായ വെളിച്ചം മാത്രമാണുള്ളത്. നമ്മളെല്ലാവരും ഊഞ്ഞാലാടിയിട്ടുണ്ടാവും കുട്ടിക്കാലത്ത്, ഓണത്തിനും വിശേഷ ദിവസങ്ങളിലൊക്കെ. ഇന്ന് എല്ലാ വീടുകളിലും ഊഞ്ഞാൽ സർവ്വസാധാരണമാണ്. ഊഞ്ഞാൽ മുന്നോട്ടാടി ഏറ്റവും മുകളിലെത്തി അതവിടെ നിൽക്കുന്ന ഒരു നിമിഷമുണ്ട്. പിന്നെ അത് പിന്നോട്ടും വരുന്നു. അവിടെയും ഒരു നിമിഷം അത് നിൽക്കുന്നുണ്ട്. നമ്മുടെ ശ്വാസം എന്നത് ഈ ഊഞ്ഞാൽ പോലെയാണ്. ഈ ഊഞ്ഞാൽ ദിശ മാറുന്ന ആ ടേണിംഗ് പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെയാണ് ഈ പ്രപഞ്ചവും നിശ്ചലമാകുന്നത്. ഓക്കെ, എന്താണ് ശ്വാസം? ഓഷോ പറയുന്നത്, നിങ്ങൾക്കും നിങ്ങളുടെ ശരീരത്തിനും ഇടയിലുള്ള ഒരേ ഒരു കണ്ണി അല്ലെങ്കിൽ ഒരേ ഒരു പാലം ശ്വാസമാണെന്നാണ്. ആധുനിക ശാസ്ത്രം പറയുന്നത് നമ്മുടെ ശരീരത്തിൽ 2 സ്വിച്ചുകളുണ്ടെന്നാണ്. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ സിമ്പത്തറ്റിക് സിസ്റ്റം ഉണരുകയും അവിടെ ആക്ഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ഉണരുകയും അവിടെ വിശ്രമം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഭഗവാൻ ശിവൻ ഇവിടെ പറയുന്നത് ഈ 2 സ്വിച്ചുകൾ ഓഫാക്കുന്ന ആ ഒരു നിമിഷത്തെക്കുറിച്ചാണ്. അതാണ് നമ്മൾ തേടുന്നതും. ഈ 2 വ്യവസ്ഥകളും ബാലൻസ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ശ്വാസം അകത്തുമല്ല പുറത്തുമല്ലാത്തൊരവസ്ഥ. ഇവിടെയാണ് ന്യൂട്രൽ ഗിയർ. അവിടെയാണ് ശാന്തിയും. നമുക്കിത് എളുപ്പം മനസ്സിലാകുവാൻ വേണ്ടി ഓഷോ ഒരു കാറിൻ്റെ ഉദാഹരണം ഇതിനായി പറയുന്നുണ്ട്. ഒരു കാറിൽ ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഗിയർ മാറ്റുമ്പോൾ അതിനിടയിൽ ഒരു ന്യൂട്രൽ ഗിയറുണ്ട്. ഇത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ സമയത്ത് വണ്ടി ഓടുന്നുമുണ്ട്, പക്ഷേ എഞ്ചിനുമായുള്ള ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ശ്വാസത്തിൻ്റെ ഇടവേളയിലും നമ്മുടെ മനസ്സ് ന്യൂട്രലാകുന്നുണ്ട്. മറ്റൊന്ന്, ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ആസ്വദിക്കുന്നത് ആ സ്വരങ്ങളെയാണെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ ഓഷോ പറയുന്നത് 2 നോട്ടുകൾക്കിടയിലുള്ള നിശബ്ദത ഇല്ലെങ്കിൽ സംഗീതമില്ല എന്നാണ്. ഒരു പിയാനോ വായിക്കുമ്പോൾ ഒരു കീ അമർത്തി അടുത്ത കീ അമർത്തുന്നതിനിടയിൽ ഒരു വിടവുണ്ട്. ആ വിടവിലാണ് സംഗീതത്തിൻ്റെ ആത്മാവിരിക്കുന്നത്. നമ്മുടെ ശ്വാസം ആ സംഗീതമാണ്. ശ്വാസം അകത്തേക്കും ശ്വാസം പുറത്തേക്കും പോകുന്നതിനിടയിലുള്ള ആ ഗ്യാപ്പ് നിശബ്ദതയാണ്. ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ ഈ നിശബ്ദതയെ കേൾക്കാൻ പഠിക്കുന്നതാണ് തന്ത്രം. ശ്വാസം വേഗത്തിലാകുമ്പോൾ ചിന്തകൾ വേഗത്തിലാകുന്നുണ്ട്. ശ്വാസം മെല്ലെയാകുമ്പോൾ ചിന്തകൾ കുറയുകയും ചെയ്യും.
നമ്മുടെയൊക്കെ മനസ്സിനെ നേരിട്ട് നിയന്ത്രിക്കുക എന്നത് വളരെ പ്രയാസകരമാണ്. എന്നാൽ ശ്വാസത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ഓഷോ പറയുന്നത് ഇതാണ്: നിങ്ങൾക്ക് മനസ്സിനെ നേരിട്ട് പിടിച്ചു കെട്ടാൻ കഴിയില്ല, എന്നാൽ ശ്വാസത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിൻ്റെ കടിഞ്ഞാൺ പിടിക്കാൻ കഴിയുമെന്നാണ്. ശ്വാസത്തിൻ്റെ താളം മാറുമ്പോൾ മനസ്സിൻ്റെ താളവും മാറുന്നുണ്ട്. ശ്വാസം പുറത്തേക്ക് വിട്ടതിന് ശേഷം അത് തിരികെ എടുക്കാതിരുന്നാൽ നമ്മളൊക്കെ മരിക്കും, അല്ലേ? ഓരോ ശ്വാസവും പുറത്തേക്ക് പോകുമ്പോഴും നമ്മൾ മരണത്തെ തൊടുന്നുണ്ടെന്ന് ഓഷോ പറഞ്ഞിട്ടുണ്ട്. ആ ചെറിയ ഇടവേള സത്യത്തിലൊരു മരണമാണ്. നമ്മൾ ആ മരണത്തെ ഭയക്കുകയും ചെയ്യുന്നു. മരിക്കുമോ എന്നുള്ള ഭയം, നഷ്ടപ്പെടുമോ എന്ന ഭയം, ഇതെല്ലാം ഞാനെന്ന തോന്നലിൽ നിന്നാണ് വരുന്നത്. ഭയത്തിൻ്റെ വേര് തന്നെ ഈഗോയാണ്. ഞാൻ ശരീരമാണെന്ന് ചിന്തിക്കുമ്പോഴാണ് മരണം ഭയമായി മാറുന്നത്. ഓഷോ പറയുന്നു, ശ്വസനക്രിയയിലെ ആ വിടവിൽ നിങ്ങൾ ശരീരമല്ല, നിങ്ങൾ മനസ്സല്ല, അവിടെ ഞാനെന്ന ഭാവം അപ്രത്യക്ഷമാകുകയാണ് ചെയ്യുന്നതെന്ന്. ഞാനില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഭയമുള്ളത്? ആ ശൂന്യതയാണ് യഥാർത്ഥ നിർഭയത്വം. ശ്വാസത്തിൻ്റെ ഇടവേളയിൽ ഭയമില്ല, മറിച്ചവിടെ സുരക്ഷിതത്വമാണുള്ളത്. എന്നാൽ തന്ത്രം പറയുന്നത് ആ ചെറിയ മരണത്തിലാണ് യഥാർത്ഥ ജീവിതം ഒളിച്ചിരിക്കുന്നതെന്നാണ്. ശ്വാസം ചലിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ചിന്തയും അതുപോലെ കാലത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചുമുള്ള ബോധമുണ്ടാവുക. ശ്വാസം നിൽക്കുന്ന ആ സൂക്ഷ്മ നിമിഷത്തിൽ സമയവും നിൽക്കും. സമയം നിന്നാൽ പിന്നെ അവിടെ മനസ്സിന് നിലനിൽപ്പില്ല. കാരണം മനസ്സെന്നത് സമയത്തിൻ്റെ മറ്റൊരു പേര് മാത്രമാണ്. ആ ഗ്യാപ്പിൽ നമ്മളെല്ലാവരും ഈ പ്രപഞ്ചത്തിന് പുറത്താണ്. നമ്മൾ ദൈവത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന നിമിഷവുമാണത്. ഈ വിദ്യ ശിവൻ്റേത് മാത്രമല്ല കേട്ടോ. പല രൂപത്തിൽ ഇത് ലോകമെമ്പാടുമുണ്ട്. യോഗയെ എടുത്തു നോക്കിയാൽ പ്രാണായാമത്തിൻ്റെ നിരവധി പരിശീലന ക്രമങ്ങൾ അതിലുണ്ട്. അവിടെ ശ്വാസത്തെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കുന്നു. ശ്വാസത്തെ വലിച്ചു നീട്ടുകയും പിടിച്ചു വയ്ക്കുകയും ചെയ്യുന്ന ഒരുപാട് ക്രിയകളുണ്ട് യോഗയിൽ. ഈ ക്രിയകൾ മോശമാണെന്നല്ലട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. എന്നെ ശരിയായി ധരിച്ചേക്കണേ. യോഗ മറ്റൊരു വഴിയാണ്. ഞാനൊരു ക്രിയായോഗിയാണ്. 10 വർഷമായി ക്രിയായോഗ പരിശീലിക്കുന്നു. അതുപോലെ ഒരു ഓഷോ സന്യാസിയും കൂടിയാണ്. ഓഷോ മെഡിറ്റേഷനുകളെല്ലാം തന്നെ ദേഹം അനങ്ങുന്ന രീതിയിലാണുള്ളത്. ഞാൻ യോഗയ്ക്കൊരിക്കലും എതിരല്ല. മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വഴി യോഗയാണെന്ന്. പക്ഷെ അതെല്ലാവർക്കും കഴിയില്ല. കാരണം അതൊരു യുദ്ധം തന്നെയാണ്. കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ചില സുഹൃത്തുക്കൾ എന്നോട് എൻ്റെ ഒരു പ്രയോഗത്തെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഒന്നിനെയും താഴ്ത്തിപ്പറയാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. പക്ഷേ തന്ത്രയെ മറ്റുള്ളവർക്ക് മനസ്സിലാവണമെങ്കിൽ ചിലത് പറഞ്ഞേ പറ്റുകയുള്ളൂ. ശരി, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. തന്ത്രം പറയുന്നത് നിങ്ങൾ ഒന്നും നിയന്ത്രിക്കരുതെന്നാണ്. പകരം വെറുതെ ഒരു സാക്ഷിയായി മാറണമെന്നാണ്. ഒരു അതിഥിയെ നോക്കുന്നത് പോലെ.
നമ്മൾ നമ്മുടെ ശ്വാസത്തെ നോക്കണമെന്ന് തന്ത്രം പറയുന്നു. മിണ്ടാതിരിക്കുക, ഒന്നും ചെയ്യാതിരിക്കുക, വസന്തം വരും, പുല്ലുകൾ താനെ വളരുമെന്ന് സെൻ ബുദ്ധിസത്തിൽ ഒരു പ്രയോഗമുണ്ട്. അതുപോലെയാണ് ഈ വിദ്യയും. നമ്മൾ ശ്വാസത്തെ പിടിക്കാൻ ശ്രമിക്കരുത്, വെറുതെ ഇരിക്കുക, ശ്വാസം താനെ തിരിയുന്നത് നമ്മൾ കാണുക. നമ്മളെല്ലാവരും അനേകം കാലുകളുള്ള പല ചെറുജീവികളെയും കണ്ടിട്ടുണ്ടാകുമല്ലേ? അത്തരത്തിൽപ്പെട്ട ഒരു പഴുതാരയോട് ഒരു തവള ഒരിക്കൽ ചോദിച്ചു, നിനക്ക് 100 കാലുകളില്ലേ? നടക്കുന്ന സമയത്ത് ഇതിൽ ഏത് കാലാണ് നീ ആദ്യം വയ്ക്കുന്നതെന്ന്. പഴുതാര ആ നിമിഷം മുതൽ ചിന്തിക്കാൻ തുടങ്ങി. പിന്നീട് ബോധപൂർവം പഴുതാര കാലുകൾ വയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ ഒടുവിലത് മറിഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. പറഞ്ഞു വന്നത് എന്തെന്നാൽ, ഒരിക്കലും നമ്മൾ ശ്വാസത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുതെന്നാണ്. പകരം അത് പ്രകൃതിക്ക് വിട്ടുകൊടുക്കുക, എന്നിട്ട് വെറുതെ സാക്ഷിയാവുക. പ്രിയമുള്ളവരെ, നമ്മൾ ശ്വാസത്തെ പിടിക്കാൻ ശ്രമിച്ചാൽ അത് വഴുതിപ്പോകും. ഈ വിദ്യകളെല്ലാം പരിശീലിക്കുമ്പോൾ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ തെറ്റിനെ കുറിച്ചുകൂടി നമുക്കൊന്ന് ചിന്തിക്കാം. അത് കഠിന ശ്രമമെന്ന തെറ്റിനെക്കുറിച്ചാണ്. നമുക്കിതൊരു കഥയിലൂടെ മനസ്സിലാക്കാൻ നോക്കിയാലോ? ഗൗതമ ബുദ്ധൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്നു ആനന്ദൻ. അത് നിങ്ങൾക്ക് ഏവർക്കും അറിയാമായിരിക്കും. 42 വർഷത്തോളം ആനന്ദൻ ബുദ്ധൻ്റെ നിഴലായി കൂടെ നടന്നതാണ്. ബുദ്ധന് വെള്ളം കൊടുക്കുവാനും ഭക്ഷണം കൊടുക്കുവാനും ഉറങ്ങുമ്പോൾ കാവൽ നിൽക്കാനും എല്ലാം ആനന്ദൻ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ബുദ്ധൻ മരിക്കുന്നതുവരെ ആനന്ദന് ബോധോദയം കിട്ടിയിരുന്നില്ല. ബുദ്ധൻ്റെ മരണത്തോടെ ആനന്ദൻ പാടെ തകർന്നും പോയിരുന്നു. ബുദ്ധൻ്റെ മരണശേഷം ബോധോദയം ലഭിച്ച ബുദ്ധൻ്റെ 500 ശിഷ്യന്മാർ, ഇവർ അർഹതന്മാർ എന്നുകൂടി അറിയപ്പെടും. ഇവരെല്ലാം ഒത്തുകൂടാൻ തീരുമാനിക്കുകയുണ്ടായി. ബുദ്ധൻ്റെ വചനങ്ങൾ ക്രോഡീകരിക്കാനാണ് ആ ഒത്തുചേരൽ സംഘടിപ്പിച്ചത്. പക്ഷേ അവർ ആനന്ദനെ തടഞ്ഞു. അവർ പറഞ്ഞു, ആനന്ദ, നീ പുറത്തു നിൽക്കൂ, നീ ഇനിയും സത്യം അറിഞ്ഞിട്ടില്ലല്ലോ. ബോധോദയം കിട്ടാത്ത ഒരാളെ ഞങ്ങൾ അകത്ത് പ്രവേശിപ്പിക്കില്ല. ആനന്ദൻ അത് സഹിക്കാനായില്ല. ബുദ്ധൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ആനന്ദനാണ്. എന്നിട്ടും അവൻ പുറത്തായി. അന്ന് രാത്രി ആനന്ദൻ ഒരു ശപഥമെടുത്തു, ഇന്ന് നേരം വെളുക്കുന്നതിന് മുൻപ് ഞാൻ ബോധോദയം നേടിയിരിക്കുമെന്ന്. അവൻ ധ്യാനിക്കാനിരുന്നു. ജീവിതത്തിൽ ഇന്നുവരെ ചെയ്യാത്ത അത്രയും ഏകാഗ്രതയോടെ, വാശിയോടെ അവൻ ശ്രമിച്ചു. എനിക്ക് സത്യമറിയണം, എനിക്കെൻ്റെ ഉള്ളിലേക്ക് പോകണം. അവൻ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. രാത്രി മുഴുവൻ കഠിനമായി അവൻ ശ്രമിച്ചു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. മനസ്സ് കൂടുതൽ അസ്വസ്ഥമായി എന്നല്ലാതെ ഒരു സമാധാനവും ആനന്ദന് ലഭിച്ചില്ല. സമയം പുലർച്ചെ 4 മണിയായി. ആനന്ദനാകെ തളർന്ന് പരവശനായി തീർന്നിരുന്നു. അവൻ്റെ പ്രതീക്ഷകളെല്ലാം അവിടെ അസ്തമിക്കുകയാണ് ഉണ്ടായത്. അവൻ തന്നോട് തന്നെ പറഞ്ഞു, ഇല്ല, ഇത് നടക്കുന്നില്ല. 42 വർഷം ബുദ്ധൻ്റെ കൂടെ നടന്നിട്ടും കിട്ടാത്തത് ഈ ഒരു രാത്രി കൊണ്ട് എനിക്ക് കിട്ടില്ല. ഞാൻ പരാജയപ്പെട്ടു. അവൻ ആ ശ്രമം അവിടെ ഉപേക്ഷിച്ചു. അതിനുശേഷം അവൻ ഉറങ്ങാൻ തീരുമാനിക്കുകയുണ്ടായി. അവൻ മെല്ലെ കിടക്കയിലേക്ക് ചാഞ്ഞു. ശ്രദ്ധിക്കുക, ഇതാണ് ആ നിമിഷം. അവൻ്റെ തല താഴേക്ക് ചെരിഞ്ഞു കഴിഞ്ഞിരുന്നു. എന്നാൽ തലയണയിൽ എത്തിയിട്ടുമില്ല. ആ 2 അവസ്ഥകൾക്കും ഇടയിലുള്ള ആ ചെറിയ ഗ്യാപ്പിൽ തലയണയിൽ തല സ്പർശിക്കുന്നതിന് തൊട്ട് മുൻപ് പെട്ടെന്ന് തന്നെ അത് സംഭവിച്ചു.
ആനന്ദൻ ബോധോദയം പ്രാപിച്ചു. അവൻ നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങാൻ തുടങ്ങി. എങ്ങനെയാണത് സംഭവിച്ചത്? രാത്രി മുഴുവൻ അവൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ ഈഗോയാണ് മുമ്പിൽ ഉണ്ടായിരുന്നത്. എനിക്ക് നേടണമെന്ന വാശിയുണ്ടായിരുന്നു. എന്നാൽ തളർന്നുറങ്ങാൻ പോയ ആ നിമിഷം അവൻ ആ വാശി ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അവനവിടെ പൂർണ്ണമായും റിലാക്സഡായി മാറി. ആ നിമിഷം അവൻ്റെ ബോധം ഉണർന്നിരുന്നു, എന്നാൽ ഈഗോ ഉറങ്ങുകയും ചെയ്തിരുന്നു. ആ വിടവിലൂടെ സത്യം അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ് ഉണ്ടായത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഠിന ശ്രമം കൊണ്ടല്ല, വിട്ടുകൊടുക്കൽ കൊണ്ടാണ് ആനന്ദൻ ലക്ഷ്യത്തിലെത്തിയതെന്നല്ലേ. വിജ്ഞാൻ ഭൈരവ തന്ത്രവും ഇതുതന്നെയാണ് പറയുന്നത്. ശ്വാസത്തെ പിടിക്കാൻ നമ്മൾ നോക്കരുത്. ആനന്ദൻ തലയിണയിലേക്ക് ചാഞ്ഞതുപോലെ ശ്വാസത്തിൻ്റെ ആ ഇടവേളകളിലേക്ക് വെറുതെ ഒന്ന് നമ്മൾ ചാഞ്ഞാൽ മതി. ബാക്കി നമ്മുടെ പ്രകൃതി ചെയ്തുകൊള്ളുമെന്നേ. നമുക്ക് ധ്യാനിക്കാൻ ഹിമാലയത്തിൽ പോകേണ്ടതുണ്ടോ? ഒരിക്കലും അത് ആവശ്യമില്ല. പകരം നമ്മുടെ ഓഫീസിലോ അടുക്കളയിലോ ട്രാഫിക് ജാമിൽ പോലും നമുക്ക് ധ്യാനിക്കാൻ കഴിയും. നമുക്ക് ഈ വിദ്യ എവിടുന്നൊക്കെ ഏതൊക്കെ സന്ദർഭങ്ങളിൽ ചെയ്യാം? നോക്കൂ, നമുക്ക് കഠിനമായ ദേഷ്യം വന്നു എന്നിരിക്കട്ടെ. ദേഷ്യം വരുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ആദ്യം നമ്മുടെ ശ്വാസത്തിൻ്റെ താളം തെറ്റുകയാണ് ചെയ്യുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനി മുതൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ദേഷ്യം വരുമ്പോൾ നമ്മൾ ആ നിമിഷത്തെ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ശ്വാസം അകത്തേക്കെടുത്ത് പുറത്തേക്ക് വിടുന്നതിന് മുമ്പുള്ള ആ ചെറിയ ഗ്യാപ്പിലേക്ക് നമ്മൾ നോക്കണം. ഇങ്ങനെ നോക്കാൻ നമ്മൾ പ്രാപ്തനെങ്കിൽ ഒരു മാജിക് എന്ന പോലെ ആ ദേഷ്യം അവിടെ നിന്നും അപ്രത്യക്ഷമാകും. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അതിൻ്റെ ശരിയായ കാരണം ആ ഗ്യാപ്പിൽ ഈഗോയ്ക്ക് നിൽക്കാൻ കഴിയില്ല എന്നതാണ്. ഈഗോ ഇല്ലാതെ ദേഷ്യത്തിന് നിലനിൽപ്പില്ലല്ലോ. നമുക്ക് സങ്കടം വരുമ്പോഴും കാമം തോന്നുമ്പോഴും ഭയം തോന്നുമ്പോഴെല്ലാം നമ്മൾ ഓടിപ്പോകേണ്ടത് ഈ ശ്വാസത്തിൻ്റെ ഇടവേളയിലേക്കാണ്. പ്രിയമുള്ളവരെ, നമുക്കതൊരു അഭയസ്ഥാനമാണ്. ഈ വിദ്യ എങ്ങനെ പരിശീലിക്കാമെന്ന് നോക്കാം നമുക്ക്. അതിനായി ആരംഭകാലങ്ങളിൽ നമ്മുടെ കാൽവിരൽ മുതൽ തലവരെയുള്ള ശരീരഭാഗങ്ങളെല്ലാം വളരെ റിലാക്സായി വെച്ചതിന് ശേഷം നമ്മുടെ സ്വാഭാവികമായ ശ്വാസത്തെ യാതൊരുവിധ മാറ്റവും വരുത്താതെ വെറുതെ നോക്കിയിരിക്കണം. നിങ്ങളുടെ മൂക്കിൻ്റെ തുമ്പ് ഒരു വലിയ കോട്ടവാതിലാണെന്ന് സങ്കല്പിക്കുക. നിങ്ങളവിടെ ഒരു കാവൽക്കാരനാണ് എന്നും കരുതുക. ആര് വരുന്നു ആര് പോകുന്നു എന്നെല്ലാം ഈ കാവൽക്കാരനറിയാം. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ശ്വാസം അകത്തേക്ക് പോയി അവസാനിക്കുന്ന ആ ബിന്ദുവിലേക്ക് കൊണ്ടുവരണം. അവിടെ ഒരു വാതിലുണ്ട്. ആ വാതിൽ തുറക്കുന്നത് ഒരു നിമിഷം മാത്രമാണ്. നിങ്ങൾ അവിടെ ആയിരിക്കണം. അതുപോലെ ശ്വാസം പുറത്തേക്ക് പോയി അവസാനിക്കുന്ന ഒരു ബിന്ദു, അവിടെയും ഒരു വാതിലുണ്ട്. നിങ്ങൾ അവിടെയുമായിരിക്കണം. ആ വാതിലാണ് നമ്മൾ പറഞ്ഞ ആ ഗ്യാപ്പ്. പിന്നീട് നിങ്ങൾ ശ്വാസത്തെ മറന്നേക്കണം. ആ ഇടവേളയിലെ ശൂന്യതയിൽ മാത്രം ലയിച്ചിരിക്കണം. നിങ്ങളിവിടെയില്ല, ശൂന്യത മാത്രമാണ് നിലനിൽക്കുന്നത്. നിങ്ങൾ ശരീരമല്ല, നിങ്ങൾ ആ വിടവാണ്, ആ ശൂന്യതയാണ്.
തന്ത്രയെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് പോകുന്ന ഓരോ ശ്വാസവും മരണമാണ്. അകത്തേക്ക് വരുന്ന ഓരോ ശ്വാസവും പുനർജന്മവുമാണ്. അതിനാൽ ഓരോ ശ്വാസനിശ്വാസങ്ങളോടൊപ്പം നമ്മൾ മരിക്കുകയും പുനർജനിക്കുകയും ചെയ്യുന്നു. ഇതിനുള്ളിലെ ഇടവേളയെ അനുഭവിച്ചറിയുവാൻ കഴിയുമെങ്കിൽ ശിവൻ പറയുന്നു, അതോടെ നന്മ വന്നു ചേരുമെന്ന്. പിന്നെ മറ്റൊന്നും തന്നെ ആവശ്യമില്ല. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞു, നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു, ആ കാര്യം സംഭവിച്ചു കഴിഞ്ഞു. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ഒരേ ഒരു കാര്യത്തെക്കുറിച്ചാണ്. പക്ഷേ അത് വാക്കുകൾക്ക് അതീതവുമാണ്. ഓഷോ പറയുന്നു, ഈ വിദ്യ പരിശീലിച്ചാൽ നമ്മുടെ ജീവിതം 2 തലത്തിലാകുമെന്ന്. പുറമേ നമ്മൾ ജോലി ചെയ്യുകയും സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യും. പക്ഷേ അകമേ ആ ശ്വാസത്തിൻ്റെ ഇടവേളയിൽ നമ്മൾ ഹിമാലയത്തിലായിരിക്കുമെന്ന്. ഇതൊരു ദ്വിമാന ജീവിതമാണ്, ലൗകികവും ആത്മീയവുമായ ജീവിതം. ഇനിയുള്ള സമയം നമുക്ക് വാക്കുകളില്ല. പകരം നമ്മൾ ഈ സംഗീതത്തിനൊപ്പം അല്ലെങ്കിൽ ഈ നിശബ്ദതയ്ക്കൊപ്പം ആ ഇടവേളയെ സ്വന്തമാക്കുകയാണ്. നമ്മൾ കുറേയേറെ സംസാരിച്ചു അല്ലേ? പക്ഷെ ഓർക്കുക, അറിവെന്നത് ഒരു ഭാരമാണ്, അനുഭവം എന്നത് ഒരു ചിറകാണ്. ഈ വിദ്യയെ നമുക്കൊരു ശീലമാക്കാം. ബസ് കാത്തു നിൽക്കുമ്പോൾ, ഈ പ്രകൃതിയെ നോക്കുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ ആ ഗ്യാപ്പിലേക്കൊന്ന് ഒളിഞ്ഞു നോക്കാം. ശ്വാസം നിലയ്ക്കുമ്പോൾ മരണം വരുന്നു, ശ്വാസം നിൽക്കുമ്പോൾ അവിടെ ദൈവം പ്രത്യക്ഷനാകുന്നു. ഈ 112 വിദ്യകളിൽ ആദ്യത്തേത് മാത്രം മതി ഒരാൾക്ക് ബുദ്ധനാകുവാൻ. ഈ വീഡിയോ ഒരു തുടക്കം മാത്രമാണ് കേട്ടോ. നിങ്ങളുടെ ഓരോ ശ്വാസവും ഓരോ ഗുരുവായി മാറട്ടെ. എനിക്ക് നിങ്ങൾ നൽകിയ സപ്പോർട്ടിനും സ്നേഹത്തിനും കരുതലിനും മാർഗനിർദ്ദേശങ്ങൾക്കും അതിലുപരി എന്നെ കേൾക്കാൻ നിങ്ങൾ കാണിച്ച വലിയ മര്യാദയ്ക്ക് ഒത്തിരി നന്ദി. നമസ്കാരം.